പൈത്തൺ ഗ്രാഫിക്സ് എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ, അതിന്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്തുണ്ട്, കണ്ടിട്ട് വരിക. അപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ സ്റ്റോപ്പ് ചെയ്തത് ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത് വരെ ആയിരുന്നു അല്ലേ. ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ബോർഡറിനെ നമ്മളൊരു നീല കളർ, ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഇതിനെ ഭംഗിയാക്കിയാലോ? ഓരോ സമചതുരത്തിന്റെയും ബോർഡറിന് വേറെ വേറെ കളർ കൊടുത്താലോ? അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഈ പെൻ സൈസ് എന്ന് കണ്ടില്ലേ, ഇതിന് തൊട്ട് താഴെയായിട്ട് ഞാനിവിടെ CLR എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, CLR എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കളറുകൾ കൊടുക്കുക. ഒന്നാമത്തെ കളർ കൊടുത്തു, കൊമയിടുക, എന്നിട്ട് രണ്ടാമത്തെ കളർ കൊടുക്കുക. അങ്ങനെ 6 കളറുകൾ ഇവിടെ കൊടുക്കുക. ഇതാ ഇത്രയും 6 കളറുകൾ ഞാനിവിടെ കൊമയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. ഇതിനെ നമ്മൾ ലിസ്റ്റ് എന്ന് പറയും. ഇപ്പം നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, ഇത്രയും കളറുകൾ നമ്മൾ എന്ത് ചെയ്തു? CLR എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക്, ഇതിനെ നമ്മൾ വേരിയബിൾ എന്ന് പറയും. ഓക്കെ, CLR എന്ന ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഇത്രയും കളറുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 4in range 6 എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് മാറ്റുന്നു. എന്നിട്ട് ഇവിടെ എന്താണോ കൊടുത്ത വേരിയബിൾ, ആ വേരിയബിൾ അതേപോലെ ഇവിടെ കൊടുക്കുക. ഓക്കെ, അതേപോലെ ഞാനിവിടെ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിവിടെ ബ്ലൂ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് കളർ ബ്ലൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ അങ്ങ് കളയാം. ഓക്കെ, അതിനകത്ത് ആ ബ്ലൂ എന്ന് പറയുന്നത് മുഴുവൻ കളയാം. എന്നിട്ട് I എന്ന് പറഞ്ഞു കൊടുക്കാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഇതിനെ നമുക്ക് ഇനി ഒന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ റൺ ചെയ്യണം. റൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മളിവിടെ റൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത്തരത്തിൽ റൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമുക്ക് RT എന്ന് കൊടുക്കാം. ഓക്കെ, RT എന്ന് കൊടുത്തു കഴിഞ്ഞാലും അത് തെറ്റൊന്നുമല്ല, അത് കറക്റ്റ് ആണ്. അതായത് റൈറ്റ് എന്നതിനെ നമുക്ക് ഷോർട്ടായിട്ട് RT എന്ന് പൈത്തൺ ഗ്രാഫിക്സിൽ ഇതേപോലെ ചില കമാൻഡുകളെ നമുക്ക് ഷോർട്ടായിട്ടും കൊടുക്കാം. റൈറ്റ് അതിനെ RT എന്നും, ലെഫ്റ്റിനെ LT എന്നും, ഫോർവേഡിനെ FD എന്നും ഒക്കെ ഷോർട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റൺ ചെയ്യാം. ഒന്നുകൂടി ഞാൻ സേവ് ചെയ്യുന്നു, കാരണം ഞാനിത് RT എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, റൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ശരിയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. റണ്ണിൽ റൺ മൊഡ്യൂൾ. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ഇവിടെ കൊടുത്ത 6 കളറുകൾ ഓരോ സമചതുരത്തിന്റെയും ബോർഡറിന് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത്രയും കളറുകൾ നമ്മൾ CLR എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വേരിയബിളിന്റെ ഉള്ളിലേക്ക് നിറച്ചു വെച്ചു. എന്നിട്ട് ഇവിടെ 4in CLR എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ കളർ എന്ന് പറഞ്ഞ് I കൊടുത്തു. അതായത് ഈ CLRൽ ഇപ്പോൾ ഇത്രയും 6 കളറുകളുണ്ട്. ഈ Iയുടെ വാല്യൂ ഓരോ തവണയും ഓരോ കളറായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ബ്ലൂ ആയിരിക്കും. പിന്നെ അതായത് I in CLR എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ CLRലുള്ള ഓരോ കളറും ഓരോ തവണ ഈ Iയുടെ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കളർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെയാണല്ലോ നമുക്ക് വേണ്ട കളർ കൊടുക്കുന്നത്. അതിന് പകരം ഈ I ആണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ തവണയും Iയുടെ വാല്യൂ എത്രയാണോ, അതായത് ഓരോ തവണയും ഈ Iയുടെ വാല്യൂ ഓരോ കളറായിരിക്കും, ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോ കളറായിരിക്കും. അപ്പോൾ ആ കളറിലായിരിക്കും നമ്മുടെ ഓരോ സമചതുരവും വരുന്നത്. ഓക്കെ, ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വേറെ കളറുകൾ കൊടുത്തിട്ട് നമ്മുടെ സമചതുരത്തിന് ആ ഒരു ബോർഡറൊക്കെ ആക്കി നമ്മുടെ പാറ്റേണിനെ മനോഹരമാക്കാൻ പറ്റും. നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമുക്ക് നമ്മുടെ ഓരോ സമചതുരത്തിൻ്റെയും ഉള്ളിൽ അതിനകത്ത് നമുക്ക് കളർ ഫില്ല് ചെയ്യണം. അതിനു വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ഈ കോഡിൽ ചെറിയൊരു മാറ്റം വരുത്തുവാണ്. ശ്രദ്ധിച്ചോ, ഞാനിവിടെ കളർ, റൈറ്റിന് താഴെ കളർ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാനിവിടെ ബ്ലാക്ക് എന്നും ഒരു കൊമയിട്ടിട്ട് ബ്ലൂ എന്നും പറഞ്ഞു കൊടുക്കുന്നു. ഡബിൾ ക്വാഡ്സ് നിർബന്ധമാണ്, കൊടുക്കണം. ഓക്കെ, ബ്ലൂ എന്നും പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇതിന് തൊട്ട് താഴെ ബിഗിൻ _ ഫിൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇവിടെ താഴെയായിട്ട്, ഓക്കെ, ഇവിടെ താഴെ ഈ ബിഗിൻ ഫില്ലിന്റെ തൊട്ട് താഴെ, അതായത് ഈ ബിഗിൻ ഫില്ല് ബിന്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ, അതിന് നേരെ താഴെയായിട്ട് നമുക്ക് എൻഡ് ഫില്ല് എന്ന് പറഞ്ഞു കൊടുക്കാം. ശ്രദ്ധിക്കണം, ബിഗിൻ ഫില്ല് എവിടെയാണോ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നേരെ താഴെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്തല്ലോ. ഇനി നമുക്ക് ഈ റൈറ്റിനെ വേണമെങ്കിൽ ഷോർട്ട് ആക്കിയിട്ട് RT എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഈ റൈറ്റിന് വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് RT എന്ന് പറഞ്ഞു കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം സേവ് ചെയ്യണം. ഫയലിൽ സേവ് കൊടുക്കുക. ഓക്കെ, ഫയലിൽ സേവ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. റണ്ണിൽ റൺ മൊഡ്യൂൾ. ഇപ്പൊ കണ്ടില്ലേ,
നമുക്ക് അതിനകത്തും കളർ വന്നു, അതേപോലെ തന്നെ പുറത്ത് ബ്ലാക്ക് കളർ ബോർഡർ ആയിട്ടും വന്നു. അതെന്തുകൊണ്ടാണ്? നമ്മുടെ കോഡ് നോക്കാം. നമ്മളിവിടെ റൈറ്റ് 60 എന്നതിന് താഴെ കളർ എന്ന് പറഞ്ഞു കൊടുത്തു. ആദ്യം ബ്ലാക്ക് ആണല്ലേ കൊടുത്തത്, അതിനുശേഷം ബ്ലൂ കൊടുത്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആദ്യം നമ്മളിവിടെ കൊടുക്കുന്ന കളറ് നമ്മുടെ ആ ഒരു ചിത്രം വരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളറായിരിക്കും. അതായത് അതിൻ്റെ ബോർഡറിൻ്റെ കളറായിരിക്കും. ഇവിടെ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിലായിരിക്കും ബോർഡർ വരുന്നത്. രണ്ടാമത് കൊടുക്കുന്ന കളറ് നമ്മുടെ അതിനകത്തേക്ക് ഫില്ല് ചെയ്യേണ്ട, നമ്മുടെ ഫിഗറിലേക്ക് ഫില്ല് ചെയ്യേണ്ട കളറാണ് നമ്മൾ രണ്ടാമത് കൊടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, തിയറിയിൽ ചിലപ്പം ചോദിക്കും, പ്രാക്ടിക്കലും ആവശ്യമുള്ളതാണ്. ആദ്യത്തെ കളറ് നമുക്ക് ആ ചിത്രങ്ങൾ, ആ ഫിഗർ വരക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തത് അതിനകത്ത് നിറക്കാൻ വേണ്ടിയിട്ടുള്ള, ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള കളറാണ് രണ്ടാമത് കൊടുക്കുന്നത്. അതിനുശേഷം 2 ലൈന് നമ്മളിവിടെ പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ട്. ബിഗിൻ ഫിൽ, എൻഡ് ഫിൽ. നമ്മുടെ ആ ഒരു കളറ് എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, ബിഗിൻ ചെയ്യണം, ആ ഒരു കളറ് ഫില്ല് ചെയ്യുന്നത് എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ബിഗിൻ ഫിൽ, എൻഡ് ഫില്ല് കൊടുത്തു. അപ്പോൾ ഈ 2 ലൈനും അതേപോലെ ഈ കളർ എന്ന് പറയുന്ന ഈ ഒരു ലൈനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ബോർഡറിനും ഒരു കളർ കൊടുക്കാം, അതേപോലെ അതിനകത്തും ഫിഗറിൻ്റെ ഉള്ളിലും നമുക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടി അടിപൊളിയാക്കിയാലോ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഓരോ ബോർഡറിനും ഓരോ കളർ കൊടുത്തു. അതിന് പകരം ഓരോ സമചതുരത്തിൻ്റെ ഉള്ളിലും ഓരോ കളർ കൊടുത്താലോ കുറച്ചും കൂടി രസം ഉണ്ടാവില്ലേ? അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ പെൻ സൈസ് എന്ന് കണ്ടല്ലോ, ഇതിന് തൊട്ട് താഴെയായിട്ട് ഞാനൊരു പുതിയ ലൈന് കൊടുക്കുന്നു. എന്താ ഇവിടെ ചെയ്തത്? നമ്മളിത് നേരത്തെ ചെയ്തിട്ടുണ്ട്, ഏകദേശം ആ ബോർഡറിന് കളർ കൊടുക്കാൻ. അതേപോലുള്ളൊരു കാര്യമാണ് ചെയ്തത്. CLR എന്നൊരു വേരിയബിൾ കൊടുത്തു. എന്നിട്ട് ആ വേരിയബിളിലേക്ക് ഈ 6 കളറുകൾ നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ റേഞ്ച് എന്നത് മാറ്റിയിട്ട് CLR എന്ന് കൊടുക്കാം. ഓക്കെ, റേഞ്ച് എന്നത് മാറ്റി CLR എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കളർ എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബോർഡറിന് വരാനുള്ള കളർ അല്ലേ? രണ്ടാമത് കൊടുക്കുന്ന കളറോ നമുക്ക് അകത്ത് ഫില്ല് ചെയ്യാനുള്ള കളർ. അപ്പോൾ ബോർഡറിന്, അതായത് ചിത്രങ്ങൾ വരയ്ക്കേണ്ടത് കറുപ്പിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഒന്നും ചെയ്യേണ്ട. എന്നാൽ അകത്ത് ഫില്ല് ചെയ്യേണ്ടതോ ബ്ലൂ ആണോ? അല്ല. നമുക്ക് അകത്ത് ഫില്ല് ചെയ്യേണ്ടത് എന്താ? നമ്മുടെ CLRൽ നമ്മൾ കൊടുത്തിട്ടുള്ള കളറുകളാണ് അകത്ത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർ ഐ ഇൻ CLR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ CLRലുള്ള കളറുകൾ, CLRലുള്ളത് ഓരോ കളറും I അതിൻ്റെ വാല്യൂ ആയിട്ട് എടുത്തോളും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്ലൂ എന്നത് ഇവിടെ മാറ്റിയിട്ട് I കൊടുക്കുന്നു. അപ്പോൾ ഓരോ തവണയും ആദ്യം ഐയിൽ ബ്ലൂ ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ? കാരണം I in CLR എന്ന് കൊടുത്തു. അപ്പോൾ ആ ബ്ലൂ ആയിരിക്കും ആദ്യത്തെ സമചതുരത്തിന് വരുന്നത്. രണ്ടാമത് ഈ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ബ്രൗൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ I ആണ് കൊടുത്തത്, അതുകൊണ്ട് രണ്ടാമത്തെ ചതുരം വരയ്ക്കുമ്പോൾ ബ്രൗൺ എന്ന കളർ വരും. അങ്ങനെ ഈ 6 കളറുകളും നമ്മൾ സമചതുരത്തിലേക്ക് ഫില്ല് ചെയ്ത് വന്നോളും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഫയലിൽ സേവ് ചെയ്യുക, എന്നിട്ട് റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്കിവിടെ കിട്ടി. ഇനി ഇത്തരത്തിലുള്ള സമചതുരങ്ങൾ ഉപയോഗിച്ച് മാത്രമല്ല, നിങ്ങൾക്ക് സർക്കിളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാറ്റേണുകൾ തയ്യാറാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പ്രവർത്തനം. കോഡും അവിടെ ഉണ്ട്, അതിൻ്റെ ഔട്ട്പുട്ട് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഡ് അതേപോലെ ടൈപ്പ് ചെയ്ത് നോക്കാൻ ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു, അതിൽ പ്രോഗ്രാമിങ്ങിലേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ ഐഡിൽ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, പുതിയൊരു ഫയൽ എടുക്കുക. ഫയലിൽ ന്യൂ ഫയൽ, നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ആ കോഡ് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രോഗ്രാം മുഴുവൻ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കാം. നമ്മുടെ ഫോൾഡറിലേക്ക് നമുക്കിതിനെ സേവ് ചെയ്യാം. ഇനി നമുക്കിതിനെ റൺ ചെയ്യാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്കിവിടെ കിട്ടി. ഇതേപോലെ നമുക്ക് അവിടെ വേറെയും 3 പ്രവർത്തനങ്ങൾ കൂടി ഉണ്ട്. നല്ല രസമുള്ള 3 പാറ്റേണുകളാണ്. അപ്പോൾ ഈ 3 എണ്ണം നിങ്ങൾ തന്നെ അതേപോലെ നോക്കി ടൈപ്പ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറേ നിർദ്ദേശങ്ങൾ, കുറേ കമാൻഡുകൾ പഠിച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമായും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. അതിനുവേണ്ടി ഇതാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ടേബിളിൽ പ്രധാനപ്പെട്ട കുറച്ച് കമാൻഡുകളും അതിൻ്റെ ഒരു ഉദാഹരണവും അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ടേബിൾ നിർബന്ധമായും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ. മറ്റൊരു IT വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.